ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ തംബ്നെയിൽ കണ്ടു കാണുമായിരിക്കും. ലാസ്റ്റ് ഡേ ഓഫ് ബൺമസ്ക ബിസിനസ്. സത്യമാണ്, ഇന്ന് ഞങ്ങളുടെ ബൺമസ്ക ജേണി ഇവിടെ അവസാനിക്കാൻ വേണ്ടി പോവുകയാണ്. നല്ല വിഷമമുണ്ട് ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ. കാര്യം ലൈഫിൽ ആദ്യമായിട്ട് സ്വന്തമായിട്ട് ഒരു ഏർണിങ്സ് തന്ന ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു കാര്യമായിരുന്നു ഈ ഒരു ബൺമസ്ക ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇന്നിവിടെ തീരാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങൾ നിർത്താൻ വലിയ കാര്യമുണ്ട്. പ്രത്യേകിച്ച് എനിക്ക്. ഞങ്ങൾ തിരിച്ച് നാട്ടിൽ പോവുകയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ നാട് ട്രിവാൻഡ്രത്താണെന്ന്. അപ്പോൾ എൻ്റെ ലൈഫിൽ ഈ ഒരു ബൺമസ്ക ബിസിനസ്സിനെക്കാട്ടിയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നടക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് തിരിച്ച് നാട്ടിലോട്ട് പോകണം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിത് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഡെയിലി നമുക്ക് വരുന്ന കസ്റ്റമേഴ്സൊക്കെ ഉണ്ട്. അപ്പം അവരുടെ അടുത്ത് എല്ലാവരും നമുക്കിങ്ങനെ പറയാൻ പറ്റത്തില്ല. നമ്മൾ കാണാതാകുമ്പോഴത്തേക്കും നമുക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ മെസ്സേജ് അയക്കുന്നവരുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാനിത് പറയുന്നത്. ഞങ്ങൾ ഇന്നും കൂടെ അവിടെ ഉണ്ടാവും ഞങ്ങളുടെ സ്പോട്ടിൽ. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇന്നത്തെ കംപ്ലീറ്റ് കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു ദിവസത്തെ ഞങ്ങളുടെ ഫുൾ ബൺമസ്ക ബിസിനസ്സിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ടുള്ള പ്രിപ്പറേഷൻസും, പിന്നെ അവിടെ പോയിട്ട് എല്ലാം സെറ്റ് ചെയ്യുന്നതും, കസ്റ്റമേഴ്സ് വരുന്നതും, എൻഡിങ്ങും എല്ലാം ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഓൾറെഡി ഞാൻ ഷോർട്സ് ആയിട്ട് കാണിച്ചിട്ടുണ്ട് കുറച്ച്. പക്ഷേ ഇതെനിക്ക് ഭയങ്കര നെസസറി ആയിട്ട് തോന്നി. അതായത് ലാസ്റ്റ് ഡേ ആണല്ലോ. ഇതിപ്പം നമുക്ക് കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇതൊക്കെ കാണുമ്പോൾ ഒരു രസമായിരിക്കും, അല്ലെങ്കിൽ നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചൊരു വീഡിയോ ആയിട്ട് അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദി. ഞങ്ങൾ അവിടെ വന്ന് കഴിക്കുന്നവർക്കും, അതേപോലെ തന്നെ യൂട്യൂബിലൂടെ കമൻസ് ഇട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും, അവിടെയുള്ള നാട്ടുകാർക്കും എല്ലാവർക്കും ഒത്തിരി നന്ദി. ഇനി ഞങ്ങളവിടെ കാണാൻ പറ്റൂല. സത്യത്തിൽ നല്ല വിഷമമുണ്ട് കേട്ടോ. ഞങ്ങളിങ്ങനെ ഇന്നലെയൊക്കെ പറയുമായിരുന്നു, നാളെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാം നമുക്ക്, നാളെയാണല്ലോ ലാസ്റ്റ് ഡേ. അപ്പോൾ ഞങ്ങൾ എന്തോ പോലെ, എനിക്ക് അറിഞ്ഞുകൂടാ ഇങ്ങനെ പറയണം എന്ന്. ഈ ഒരു ബിസിനസ് തുടങ്ങിയതിന് ശേഷം ഒരുപാട് ആൾക്കാർ എന്നും വരും. അപ്പോൾ അവരെന്നും നമ്മുടെ അടുത്തൊന്ന് സംസാരിക്കും. നമ്മൾ തിരിച്ച് അവരുമായിട്ട് ഇൻറ്ററാക്റ്റീവ് സെക്ഷൻസ് വരുമ്പോൾ അടിപൊളിയാണ് സംഭവം. സമൂഹത്തിൽ പല പല കാറ്റഗറി എന്നുള്ള ആൾക്കാർ ഞങ്ങളുടെ കഴിക്കാൻ വരും, ഇൻക്ലൂഡിങ് ഡോക്ടേഴ്സ് വരെ വരാറുണ്ട്. കുറേ പേരൊക്കെ ഇങ്ങനെ ഈ ബൺമസ്ക കഴിക്കരുത് എന്നൊക്കെ ഇട്ടപ്പോൾ ഞാനങ്ങനെ ആലോചിക്കായിരുന്നു. ഞങ്ങളുടെ ഇവിടെ ഡോക്ടേഴ്സ് ഉൾപ്പെടെ, ഡോക്ടേഴ്സ്, പോലീസ് എല്ലാവരും വരാറുണ്ട് കഴിക്കാനായിട്ട്. അപ്പം ഇവരടുത്തൊക്കെ നമ്മൾ സംസാരിക്കുമല്ലോ. അപ്പോൾ ഭയങ്കര ഒരു കൊള്ളാം, നല്ല രസമാണ്. എല്ലാവരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. എല്ലാവരും നമുക്ക് സപ്പോർട്ടാണ് തരാറുണ്ട്. ഇതുവരെയും നമുക്കൊരു മോശം ഒരു അനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട്. എല്ലാവരും സപ്പോർട്ടീവായിട്ടാണ് നിന്നിട്ടുള്ളത്. ഇനി നമുക്ക് ബണ്ണിന്റെയും ക്രീമിന്റെയും ഒക്കെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുപാടൊന്നും കൊണ്ടുപോകുന്നില്ല കേട്ടോ. ഈ ക്രീമിന്റെ പ്രിപ്പറേഷൻ ഒക്കെ ഞാൻ ഓൾറെഡി ഒരു ഷോർട്സ് ആയിട്ട് ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണേ. അപ്പൊ ഇതാണ് നമ്മൾ ആയുധം കേട്ടോ. ഈ ഒരു ബൺമസ്ക ജേണി തുടങ്ങിയിട്ട് ഏറ്റവും വലിയൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനം എന്ന് പറയുന്നത് ഈ ഒരു ബീറ്റർ തന്നെയാണ്. കുറെ പേര് വീട്ടിലുണ്ടാക്കിയിട്ട് പുറത്തുനിന്ന് കഴിക്കുന്ന ടേസ്റ്റ് ഇല്ല എന്നൊക്കെ പറയാറുണ്ട്. അതേപോലെ തന്നെ കുറെ പേര് ക്രീം നല്ല ലൂസ് ആയി പോകുന്ന ചേച്ചി എന്താ ചെയ്യാന്നൊക്കെ ചോദിക്കാറുണ്ട്. അതിനുള്ള ഒറ്റ മറുപടിയേ ഉള്ളൂ, നന്നായിട്ട് ബീറ്റ് ചെയ്യുമ്പോഴാണ് ആ ഒരു ടൈറ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ കിട്ടുന്നത്. ഇപ്പോ ടൈം ഏതാണ്ട് ഒരു 4:30 കഴിഞ്ഞു കേട്ടോ. നമ്മൾ നോർമലി ഒരു 6 മണിയൊക്കെ ആകുമ്പോഴാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഞങ്ങൾ ഉച്ചയൊക്കെ ആകുമ്പോൾ തന്നെ ഈ ഒരു പ്രിപ്പറേഷൻ ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പൊ കുറച്ച് എക്സ്പേർട്ട് ആയതുകൊണ്ട് എല്ലാം ഷടപടാന്ന് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്ത അന്ന് തൊട്ട് ഈ ഒരു കണ്ടെയ്നറിലാണ് ചായ കൊണ്ടുപോകുന്നത്. അപ്പോ കുറച്ച് കഴിയുമ്പോൾ ചൂട് കുറയുന്നതായിട്ട് തോന്നിയോണ്ട് നമ്മൾ പുതിയ കുറച്ച് ഫ്ലാസ്ക് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഈ ഇടയ്ക്ക്. ഇപ്പൊ കുറച്ചായിട്ട് ഇതിലാണ് ചായ കൊണ്ടുപോകുന്നത്. ഇപ്പൊ സമയം ഏതാണ്ട് 5:30 ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പോവാനായിട്ട് റെഡിയായി ഇറങ്ങാൻ വേണ്ടിട്ട് പോവാണ്. എന്നും ഈ ഒരു സമയം ആവാൻ നേരത്തെ ഒരു വെപ്രാളം വരാറ് പതിവാണേ. പോണേന് മുന്നേ ആയിട്ട് ഉമ്മച്ചിക്കും ഐസൂനും ബൺമസ്കൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾ എന്തായാലും സ്പോട്ടിലോട്ട് പോട്ടെ. ഇപ്പതാ ഞങ്ങള് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇനി ടേബിൾ എല്ലാം സെറ്റ് ആക്കി ഒന്ന് വിരിച്ചതിന് ശേഷം നമ്മുടെ സാധനങ്ങളെല്ലാം എടുത്ത് വെക്കണം. അപ്പോ ഈ സ്ഥലം വന്നിട്ട് മൂവാറ്റുപുഴ ചാലിക്കടവ് പാലത്തിനടുത്തുള്ള കിഴക്കേക്കര ജംഗ്ഷനാണ്. ഇനിയിപ്പോ നമ്മുടെ സ്പോട്ട് അറിഞ്ഞിട്ടും കാര്യമില്ല, കാര്യം ഞങ്ങൾ ഇന്ന് നിർത്തുകയാണല്ലോ. അപ്പൊ ദാ ഇന്നത്തെ ഫസ്റ്റ് കസ്റ്റമർ വന്നിട്ടുണ്ട്. ഇന്ന് നിർത്തുന്നോണ്ട് ഇനി ഈ ബാനറൊക്കെ എന്ത് ചെയ്യുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കുറച്ച് വർഷങ്ങളൊക്കെ കഴിഞ്ഞ് ഈ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ല നൊസ്റ്റീവ് ഫീലിംഗ് ആയിരിക്കും അല്ലെ. പണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ആലോചിക്കുമ്പോൾ അടിപൊളിയായിരിക്കും. കസ്റ്റമേഴ്സ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ നിർത്താൻ പോവാന്ന് ഇവിടെ ആരടുത്തും പറഞ്ഞിട്ടില്ലായിരുന്നു. സ്ഥിരം വരുന്ന കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ട്, അവരൊക്കെ വന്ന് സംസാരിച്ചിട്ടൊക്കെയാണ് പോയത്. പക്ഷെ ഞങ്ങൾ പറഞ്ഞില്ല. എന്തായാലും ഈ വീഡിയോ കാണുമ്പോൾ എല്ലാരും അറിയട്ടെ.
ഞാൻ എന്റെ ഷോർട്സിലൊക്കെ പറയാറുണ്ട്, ഞങ്ങളുടെ ഈ ബൺമസ്കയുടെ ക്രീമിനുള്ള ഹൈലൈറ്റ് പോലെ തന്നെ ഈ ഒരു ബണ്ണിനും അത്യാവശ്യം റോൾ ഉണ്ട് കേട്ടോ. കാര്യം നല്ല സോഫ്റ്റ് ബണ്ണാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ഇത് നിർത്തുകയാണെന്ന് വെച്ചാൽ ആരും സങ്കടപ്പെടുന്നു വേണ്ട കേട്ടോ. ബൾക്ക് ഓർഡർ ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്തു കൊടുക്കും ഇവന്റ്സിനൊക്കെ വേണ്ടിയിട്ട്. ഈ ബൺമസ്ക് മാത്രമല്ല, കേക്ക്, ബ്രൗണീസ് അങ്ങനെയുള്ള എല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്റെ അളിയൻ ഒരു പ്രൊഫഷണൽ കേക്ക് മേക്കർ ആണ്. അപ്പോൾ ആർക്കെങ്കിലും കേക്ക് ഒക്കെ ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അതുവഴി ഓർഡർ ചെയ്താൽ മതി. അടുത്ത് എനിക്ക് നോക്കാം. നെസ്ലയുടെ മസ്കാബൺ തേക്കൻ കാണാം നമുക്ക്. എനിക്കായതുകൊണ്ട് കുറച്ച് ക്രീമൊക്കെ കുറച്ചാണ് ഇവള് തേക്കുന്നത്. ഇത് ആരാന്ന് കുറച്ചു പേരെന്റെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് എന്റെ സിസ്റ്ററാണ്. എന്നെ അറിയാവുന്ന കുറെ പേരെന്റെ അടുത്ത് പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ സെയിൽ ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ നീ കഴിക്കുന്നുണ്ടല്ലോ എന്നാണ്. ഒരു കണക്കിന് അത് സത്യമാണ്. ഇത് നിർത്തിയപ്പോഴാണ് അതിന്റെ ഒരു വിഷമം മനസ്സിലാവുന്നത്. ഇപ്പം ഈ ബൺമസ്ക് ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ക്രേവിങ്സ് കൂടി വരുന്നുണ്ട്. കാര്യം ഇതിപ്പോ എന്നും ഡെയിലി കഴിച്ച് ആ ഒരു ഫ്ലേവർ നാക്കിൽ പിടിച്ചു. അപ്പൊ ഇപ്പൊ അത് കഴിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ ഞങ്ങൾ നിർത്തിയിട്ട് കുറച്ച് ദിവസമായി. വീഡിയോ വരുന്നത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ്. ഹായ്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ബൺമസ്ക ബിസിനസ്സിലെ ലാസ്റ്റ് ഡേ ആണ്. ഞങ്ങളിത് നിർത്താൻ പോവുകയാണ്. ഇന്ന് അപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് നവംബർ 23-24 തീയതി ആണല്ലേ. 24 തീയതി ആണ്. അപ്പോൾ ഇപ്പം ഏകദേശം 2 മാസം അടുപ്പിച്ച് ആവാറായി. അപ്പോൾ ഇപ്പോഴാണ് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ലാസ്റ്റ് ഡേ ആണ് ബൺമസ്കയുടെ. വിഷമുണ്ടോ? നല്ല വിഷമുണ്ട്. അതിനോട് വാ. അതാ വിഷമമുണ്ട്. കാര്യം ഞങ്ങളുടെ ആദ്യത്തെ ഒരു ബിസിനസ് ആണല്ലോ. അപ്പം അതിൻ്റെതായ ഒരു വിഷമമുണ്ട് അല്ലേ. ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ചിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യണമെന്ന് അത്രയും ആഗ്രഹിച്ചിട്ട് ഞങ്ങൾ തുടങ്ങിയ ഞങ്ങൾ ആ ഫസ്റ്റത്തെ കാൽ വെപ്പാണ്. യെസ്, ഞങ്ങളുടെ ഓർമ്മയിൽ ഇപ്പം ഞങ്ങൾക്കിത് നിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ബട്ട് ഞങ്ങൾ ഇതിനേക്കാളും മികച്ച രീതിയിലൊരു തിരിച്ചുവരവ് കംബാക്ക് ഉണ്ടാവും. ഈ ബിസിനസ് ആയിട്ടായിരിക്കില്ല, വേറൊരു ബിസിനസ്. ഞങ്ങൾക്ക് തിരിച്ച് നാട്ടിൽ പോകാനുള്ള സമയമായി. അപ്പോൾ ഞങ്ങൾ പോവാണ്. ഇവരിവിടെ തന്നെ കാണും. അപ്പോൾ നല്ല വിഷമമുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇന്ന് പക്ഷേ ഞങ്ങൾ നിർത്താമെന്ന് വിചാരിച്ചുകൊണ്ടാണെന്ന് അറിഞ്ഞൂടാ. ഇന്ന് അത്യാവശ്യം കസ്റ്റമേഴ്സ് ഉണ്ട്. അങ്ങനെയുണ്ട് മകളെ. ആരാ? ഞാനോ? അപ്പോൾ ഞാൻ മസ്കാബൺ തിന്നാൻ പോകുന്നു ഗായ്സ്. നീലടി ഇപ്പൊ മസ്ക ബൺ തിന്നത്. ഞാനടുത്ത ചോക്ലേറ്റ് ബൺ തിന്നാൻ പോകും. ചോക്കോ ബൺ തിന്നാൻ ഇടയ്ക്കിടയ്ക്ക് ഇവർക്ക് ഇത് തന്നെ പണി കിട്ടും. മസ്ക ബൺ. അപ്പോൾ ഞാൻ പോയി ചോക്കോ ബൺ തിന്നിട്ട് വരാം. ഞാൻ മസ്കാബണ്ണ് കഴിക്കുന്ന വീഡിയോ ഇല്ലാതെ ഒരു വീഡിയോയും അവസാനിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് കഴിച്ച് കാണിക്കുന്നത്. അല്ലാതെ എനിക്ക് കഴിക്കാൻ തോന്നിയോണ്ടൊന്നുമല്ല. നോട്ട് ദാറ്റ് പോയിന്റ്. ഞാൻ വേറെയും കുറെ ക്ലിപ്പൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം എൻ്റെ മിസ്സായി. എനിവേ, ഉള്ളത് കൊണ്ട് ഓണം പോലെ. അപ്പൊ ഞാൻ ഈ ബൺമസ്കയും ചായയും കൂടെ കുടിച്ചതിന് ശേഷം ഈ ഒരു വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദി. തുടർന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്റെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ ഇനിയും ഒരുപാട് വീഡിയോസ് ഇടുന്നതാണ്. അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.